ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സൺഡേ ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കാനുള്ള മൂഡിലാണെന്നറിയാം. അപ്പോൾ ബാക്കിയുള്ള 6 ദിവസവും കഴിഞ്ഞിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ഒരു ചിൽ മൂഡിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണാനും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ് അല്ലേ. അടുത്ത ദിവസം മുതൽ വീണ്ടും നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒക്കെ എനിക്കറിയാം. അപ്പം മനസ്സിലാക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും ഏത് മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു അവസ്ഥയെ നമ്മൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക. എൻജോയ് എവറി മൊമെൻറ്റ്സ് ബിക്കോസ് ഡെത്ത് ഈസ് അൺഎക്സ്പെക്റ്റഡ്. ഈ വാക്യം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഡേ മാത്രമാണ് ദിവസം റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ദിവസങ്ങളൊക്കെ കടിച്ചു പിടിച്ചെങ്കിലൊക്കെ തീർന്ന് പോട്ടേയും വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ വിരൽ ചൂണ്ടേതോ അല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺഡേ തന്നെയാണ്. പക്ഷെ എല്ലാ ദിവസവും ആയി കഴിഞ്ഞാലോ ജീവിതത്തിൽ അത്രയും നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും അല്ലേ. നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ചെറിയ മുഹൂർത്തങ്ങളാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. എനിക്കറിയാം എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റില്ല അറിയാം, പക്ഷേ എൻജോയ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഏതൊരു കാര്യവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളെ കാണാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സൺഡേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അത് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിലൊരു മാറ്റം കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും നിർബന്ധമില്ല. നമ്മളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന വ്യക്തി എല്ലാം നൽകാൻ പറ്റുകയില്ല. പക്ഷെ നൽകാൻ പറ്റുന്ന കാര്യങ്ങൾ നൽകാൻ ശ്രമിക്കുക. കാരണം അത് അവർക്കൊരു ഹാപ്പിനെസ്സും ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് അവർക്ക് നൽകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്ര ഹാപ്പിനെസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്നും പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങളും മെമ്മറിയിൽ സൂക്ഷിക്കുന്ന വിധത്തിൽ ചെയ്തു വെക്കാം. ഓക്കെ, താങ്ക് യു.